الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പടച്ച റബ്ബിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് തഖ്വയുള്ളവരായി മുഹ്സിനീങ്ങളായി ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് ജീവിതാന്ത്യം വരെ അനുഗ്രഹീതമായ ദീനിനെ പിടിച്ചു നിർത്തി ജീവിക്കാനും മരണാസന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 1445 അവസാനിക്കുകയാണ് ഹിജ്റ വർഷം. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആകാശഭൂമികളെ പടക്കുമ്പോൾ അള്ളാഹ് അങ്ങനെയാണ് മാസത്തെ സംവിധാനിച്ചത് 12 ആ 12 എണ്ണത്തിൽ നമ്മളിപ്പോൾ എണ്ണുന്നത് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ 1-മത്തതും പവിത്രമാണ്, 12-മത്തതും പവിത്രമാണ്. മുഹറവും ദുൽഹിജ്ജയുമാണ്. അത് ഈ ഒരു കാലഗണനയിൽ 1-മത്തെ മാസം മുഹറമാകണം, 12-മത്തേത് ദുൽഹിജ്ജയാകണം എന്ന കാലഗണനയിൽ മുഹറം കൊണ്ട് തുടങ്ങണമെന്ന് തീരുമാനമെടുക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ള കാലഘട്ടത്തിലാണ്. എന്തായിരുന്നു 1-മത് മുഹറം വരണം എന്ന് തീരുമാനിക്കാനുള്ള കാരണം? വിശുദ്ധ ഖുർആനിലെ 1-മത്തെ സൂറത്തല്ല, ശരിക്ക് സൂറത്തുൽ ഫാത്തിഹ ആദ്യം ഇറങ്ങിയതല്ല, പക്ഷേ അള്ളയാണ് 1-മതായി അത് വെച്ചത്. അതിനൊരു പ്രാധാന്യം ഉണ്ടായതുകൊണ്ടാണ്. എന്നതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്താണ് മുഹറമാണ് 1-മത്തെ മാസം, അവിടെ നിന്ന് നമുക്ക് എണ്ണിത്തുടങ്ങാം എന്ന് പറഞ്ഞ് ഇന്ന് 1446 പ്രവേശിക്കാൻ നിൽക്കുമ്പോൾ എന്തായിരുന്നു മുഹറമിനെ തെരഞ്ഞെടുക്കാനുള്ള കാരണമെന്ന് ഈ സന്ദർഭത്തിലെങ്കിലും നമ്മൾ അറിയണം. 40 വയസ്സുവരെ പ്രവാചകന്റെ ജീവിതം മക്കക്കാരാൽ അംഗീകരിക്കപ്പെട്ടതായിരുന്നു. എല്ലാവരാലും അൽ-അമീനായി വിളിക്കപ്പെട്ടതായിരുന്നു. എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായി ജീവിച്ച ഒരു കാലഘട്ടമായിരുന്നു 40 വരെയുള്ളത്. 40-ലാണ് നുബുവത്ത് ലഭ്യമാകുന്നത്. പിന്നെ മക്കയിലുള്ള 13 വർഷക്കാലത്തെ ഒരൊറ്റ നോട്ടത്തിൽ വായിക്കുമ്പോൾ വല്ലാത്ത പ്രതിസന്ധിയായിരുന്നു അത്. അവഗണനയുടെ, പിന്തിരിപ്പിക്കലിന്റെ, നിഷ്കാസനത്തിന്റെ, പീഡനങ്ങളുടെ, ആക്രമണങ്ങളുടെ, ശാരീരിക മാനസിക പ്രതിസന്ധികളാക്കലിന്റെ ഒരു കാലഘട്ടമായിരുന്നു
13 എന്ന് പറഞ്ഞ റസൂലിന്റെ 40 മുതൽ 53 വയസ്സുവരെയുള്ള കാലഘട്ടം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. വല്ലാതെ പ്രതിസന്ധി ഉണ്ടാക്കിയപ്പോഴാണ് ഒന്നാമത്തെ ഹിജ്റ നടന്നത്. അത് അന്നത്തെ യഥരിഭാഗുന്ന ഇന്ന് മദീന എന്ന് വിളിക്കപ്പെടുന്ന മദീനയിലേക്കായിരുന്നില്ല ആദ്യത്തെ ഹിജ്റ. അങ്ങ് എത്യോപ്യയിലേക്ക്, അബിസീനയിലേക്ക് ഒന്നാമത്തെ സംഘം പോകുന്നത് 15 അംഗത്തെയും കൊണ്ടായിരുന്നു. 15 അംഗമുള്ള ഹിജ്റയുടെ ഒരു കൂട്ടം അതേ മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് എത്തി. രണ്ടാമത്തെ കൂട്ടം 101 ആളുകളായിരുന്നു. അതും കഴിഞ്ഞ് അത് ഈ 13 കാലഘട്ടത്തിന്റെ ഇടക്കായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ഊരുവിലക്ക് ഉണ്ടായി എന്ന് നമ്മൾ പറയാറുണ്ട്. ബനു ഹാഷിം, ബനു മുത്തലിബ് ഗോത്രങ്ങളെ, കുടുംബക്കാരെ, ആ നാട്ടിലെ മക്കക്കാരായ ആളുകൾ ഊരുവിലക്കി. ആരും സംസാരിക്കാനില്ല, സാധനം വാങ്ങാനില്ല, കടകൾ അവർക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടു. ആരും അവരോട് മിണ്ടുന്നില്ല, കൊണ്ടുകൊടുക്കലുകൾ നടക്കുന്നില്ല. ആരുമില്ലാത്ത ശഅബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന ഒരു മലഞ്ചെരുവിലേക്ക് കുഞ്ഞുങ്ങളടക്കം, സ്ത്രീകളടക്കം, വൃദ്ധരടക്കം ആ 2 കുടുംബക്കാരെ ഇവർ ഊരുവിലക്കി. വല്ലാത്ത പ്രതിസന്ധിയായിരുന്നു. 3 വർഷക്കാലമായിരുന്നു ആ ജീവിതം എന്നാണ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നടക്കുന്നതിനിടയ്ക്ക് കാലിന്റെ അടിയിൽ എന്തെങ്കിലും ഒന്ന് തട്ടിത്തടഞ്ഞാൽ അതെടുത്ത് കഴിച്ചിരുന്ന, അത് കാഷ്ടത്തിന്റെ കഷ്ണമാണെന്നോ എല്ലിന്റെ കഷ്ണമാണെന്നോ നോൽക്കാതെ വല്ലാത്ത വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കുഞ്ഞുങ്ങൾ കരയുമ്പോൾ, വൃദ്ധർ പ്രതിസന്ധിയിലായപ്പോൾ എല്ലാം കൊണ്ടും പ്രതിസന്ധിയിലാക്കപ്പെട്ട ഒരു 3 വർഷക്കാലം ഈ 13ന്റെ ഇടയിലാണ് എന്ന് ചരിത്രം പഠിപ്പിച്ചു തരുന്നുണ്ട്. ആമുൽ ഹുസ്ൻ എന്ന ചരിത്രം രേഖപ്പെടുത്തിയ ഹിജ്റ 10 ഉണ്ട്, അഥവാ നുബുവത്തിന്റെ 10 ഉണ്ട്. റസൂലുള്ളാഹിക്ക് 40 മുതൽ 50 വരെയുള്ള 50ാമത്തെ വയസ്സിൽ ഒരു ആമുൽ ഹുസ്ൻ നടന്നു. ദുഃഖവർഷം എന്നാണ് പറയുക. ആ കൊല്ലത്തിൽ 2 ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന് തണലായി വല്ലാതെ പരന്നു നിന്നിരുന്ന അബൂ ത്വാലിബ് എന്ന എളാപ്പയും ഖദീജ എന്ന ഭാര്യയും ലോകത്ത് നിന്ന് വിട പറഞ്ഞു. പ്രതിസന്ധിയായിരുന്നു. തണൽ മരങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അവിടെ വല്ലാത്ത കഠിനമായി ചൂട്, പ്രതിസന്ധിയായി. ആക്രമണങ്ങൾ ഒന്നിനുമേൽ ഒന്നായി അവർക്ക് നേരെ വന്നുകൊണ്ടിരുന്നു. ഉമ്മന്റെ നാട്ടിലേക്ക്, മക്കയിൽ നിന്നും അങ്ങ് ദൂരെ 80 കിലോമീറ്ററുകളുള്ള ത്വായിഫിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് പോയി നോക്കി. വല്ലതും കിട്ടുമോ കാരുണ്യമെന്നറിയാനാ, ഒരാശ്വാസം ഉണ്ടാകുമോ എന്നറിയാനാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള പ്രതിസന്ധി അവിടെ നിന്നുണ്ടായി. അങ്ങാടി പിള്ളേരുടെ കയ്യിൽ കല്ല് കൊടുത്ത് റസൂലുള്ളാഹിനെ എറിയാൻ തുടങ്ങി. വല്ലാത്ത പ്രതിസന്ധിയായി അവിടെ നിന്നും തിരിച്ചു പോന്നു. ത്വായിഫിലെ ചിത്രം അതാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ടായിരുന്നു ഇസ്രാഉം മിഅ്റാജും ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടായിരുന്നു ഇസ്രാഉം മിഅ്റാജും ഉണ്ടായിരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷം തോന്നുന്ന 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയ ആകാശ ലോകത്തേക്കുള്ള യാത്രയും അങ്ങ് ദൂരെ ഫലസ്തീനിലേക്കുള്ള യാത്രയും ഇസ്രാഉം മിഅ്റാജും അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമ്മാനമായി കൊടുത്തതാ. കഴിഞ്ഞു വന്നപ്പോഴും ആക്രമണങ്ങൾക്ക് ഊക്ക് കൂടുകയായിരുന്നു. അതെ, ഏകദേശം റസൂലുള്ളാഹിന്റെ 53ലേക്ക് അടുക്കുമ്പോൾ അള്ളാന്റെ അനുമതി കിട്ടി, പോകാം നിങ്ങൾക്ക്. അതിന്റെ മുമ്പ് മദീനക്കാരൊന്ന്, അന്നത്തെ യഥരിബുകാരൊന്ന് മക്കയിലേക്ക് വന്നിരുന്നു. റസൂലെ വിശ്വസിച്ചു. റസൂലുള്ളാഹിക്ക് ഒരു ഉടമ്പടി ഉണ്ടാക്കി. നിങ്ങൾ എന്തിനാ ഇവിടെ പ്രയാസപ്പെടുന്നത്? നിങ്ങൾ അങ്ങോട്ട് പോരെ, നിങ്ങളെ എല്ലാം കൊണ്ടും ഞങ്ങൾ നോക്കും. റസൂൽ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ തിരിച്ചു പോവുക. റസൂലുള്ള 2 ആൾ അയച്ചു കൊടുത്തു. മദീന എന്ന അന്നത്തെ യഥരിബിന്റെ മണ്ണൊരുക്കി. എന്നിട്ട് സ്വഹാബികൾക്ക് പെർമിഷൻ കൊടുത്തു, പോയിക്കോളി. പ്ലാനിങ് നടന്നതും സ്വഹാബത്ത് ഹിജ്റക്ക് തുടക്കം കുറിച്ചതും മുഹറം മാസത്തിലായിരുന്നു. അവർ പോയി തുടങ്ങി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കറും പിന്നെ കുറച്ചും കൂടി മാസം കഴിഞ്ഞ്, അഥവാ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ പലതും നടക്കുന്ന മാസമായ റബീഉൽ അവ്വൽ മാസത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോകാൻ ഒരുങ്ങുകയായിരുന്നു. ഹിജ്റ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് രസക്കൂട്ടരെ, കേൾക്കാൻ ഇഷ്ടമുള്ള ചരിത്രമാണ്. പക്ഷെ അതൊരു ജീവിതമായിരുന്നു, അതൊരു കഥയായിരുന്നു. വല്ലാത്ത പ്രതിസന്ധിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ ഒരുങ്ങിയപ്പോഴാണ് മക്കക്കാർ അഥവാ ഖുറൈശികൾ, ശത്രുക്കൾ മീറ്റിംഗ് കൂടുന്ന ദാറുൻ നദുവയിൽ അവർ കൂടി. ആ കൂട്ടത്തിൽ ഇബ്ലീസും വന്നിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ചർച്ച നടക്കുക, ഈ മുഹമ്മദിനെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യേണ്ടത്, വല്ലാതെ കുടുങ്ങിയല്ലോ എന്ന ചർച്ച. എന്താണ് പരിഹാരം? പലരും പരിഹാരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇബ്ലീസിന്റെ തുടക്കത്തിൽ അബൂജഹൽ പറഞ്ഞൊരു അഭിപ്രായമായിരുന്നു അവിടെ തീരുമാനമായി വന്നത്, ഇല്ലാണ്ടയാക്കാം.
മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാതെയാക്കാം, കൊന്നുകളയാം അബൂജഹൽ പറഞ്ഞതായിരുന്നു. അതാണ് നടപ്പിലായത്. അതവർ തീരുമാനമായി എടുത്തു, ആ യോഗത്തിന്റെ തീരുമാനമായി എടുത്തു. അവിടെ നിന്നാണ് അവർ വീടിന്റെ ചുറ്റത്തേക്ക് വരുന്നതും അവർക്ക് ഓഫറുകൾ ഉണ്ടാകുന്നതും ഇനാം പ്രഖ്യാപിക്കുന്നതും. അള്ളാന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ പിന്നീട് മദീനയിലേക്ക് എത്തി. ഇത് ഒരൊറ്റ നോട്ടത്തിലുള്ള ചരിത്രമാണ്. 40 മുതൽ 53 വരെയുള്ള മക്ക കാലഘട്ടത്തിൽ ഒരു ചിത്രം. പക്ഷേ ഇതിൽ വല്ലാത്ത കഥകളുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തിനായിരുന്നു സ്വന്തം ജനിച്ച് വളർന്നു വന്ന നാട്ടിൽ നിന്ന് സ്വത്തും കുടുംബത്തെയും ചില ആളുകൾ മക്കളെയും ഭാര്യയെയും ഒഴിവാക്കി അന്നത്തെ എതിരിവിലേക്ക് പോയത്? ഇഷ്ടണ്ടായിട്ടാ? അല്ലേ? ഈ കൂട്ടത്തിൽ പ്രവാസികളുണ്ട്, ഇന്നും പ്രവാസ ലോകത്ത് ജീവിക്കുന്നവരുണ്ട്. എന്താ കൂട്ടരെ, നല്ല സുഖമുള്ള പരിപാടിയാ ആണോ? പ്രവാസത്തിന്റെ കയ്പ് നീരനുഭവിച്ച ഭൂരിഭാഗം മനുഷ്യരിരിക്കുന്ന ആ കയ്പ് നീരിന്റെയും വിയർപ്പിന്റെയും തുള്ളികളുള്ള ഒരു പള്ളിക്കകത്ത് നമ്മളിരിക്കുമ്പോൾ ഇത് ചില്ലറക്കാരില്ല. പ്രവാസവും നാടുവിടലും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എങ്കിൽ അള്ളാന്റെ റസൂലും സ്വഹാബത്തും പോയത് പ്രവാസത്തിനല്ല. ഇനി തന്റെ പിറന്ന ജനിച്ച നാട്ടിലേക്ക് ഒരു വേള തിരിഞ്ഞു നോക്കാൻ പോലും സാധിക്കുമോ എന്ന് തിരിച്ചറിയാത്തൊരു പോക്കായിരുന്നു അത്. അതിന് വേദന കൂടും. കാരണം 2 കഴിഞ്ഞാൽ പോരാ, വീടായാൽ പോരാ, കുട്ടിയെ കല്യാണം കഴിച്ചെടുത്താൽ പോരാ എന്നുള്ള ചിന്തയിൽ നിൽക്കുമ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ട് പ്രവാസിക്ക്. ആ പ്രതീക്ഷയില്ലാത്തൊരു യാത്രക്ക് പേരാണ് ഹിജ്റ എന്ന് അറബിയിൽ പറയുന്നതെന്ന് നമ്മൾ അറിയണം. എന്തിനായിരുന്നു അത്? എല്ലാ പീഡനങ്ങളും സഹിച്ചത് പടച്ചവനെ വിളിക്കാൻ മാത്രമായിരുന്നു, പടച്ചവനെ മാത്രം വിളിക്കാൻ. അതാ കൂട്ടരെ ഹൈലൈറ്റ് അതായിരുന്നു ഹൈലൈറ്റ്. വേറുള്ളതൊന്നുമല്ല, പടച്ചവനെ മാത്രം വിളിക്കാനായിരുന്നു അവർ നാട് വിട്ടത്. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു കോംപ്രമൈസ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ പോക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ ആയിക്കോട്ടെ, അതുപോലെ ആട്ടെ, ഞാനോട് കൂടിത്തരാം എന്നങ്ങ് പറഞ്ഞു. മുഴുവനായിട്ടും വേണ്ട, ഞാനൊന്ന് നിന്നേരാം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു കൂട്ടരെ. പക്ഷേ അള്ളാന്റെ റസൂലും സ്വഹാബത്തും നോ കോംപ്രമൈസ് ആ വിഷയത്തിൽ. അതുകൊണ്ട് നാട് വിടേണ്ടി വന്നു. ഹിജ്റ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠം അതാണ്. അഡ്ജസ്റ്റ് ചെയ്താൽ നിൽക്കായിരുന്നു, കോംപ്രമൈസിന് ഒരുങ്ങിയാൽ നിൽക്കായിരുന്നു. അതിനർത്ഥം എന്താണെന്നറിയോ? ദീനിന്റെ അകത്തൊരു കോംപ്രമൈസ് ഇല്ല, ദീനിന്റെ വിഷയങ്ങളിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും എല്ലാ മതസ്ഥരുമായും തന്റെ കുടുംബക്കാരുമായും ശത്രുക്കളുമായി ബന്ധം സ്ഥാപിക്കുകയും സൗഹാർദ്ദങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നതോടൊപ്പം മതപരമായ വിഷയത്തിൽ അതിൽ ഞാൻ ഇല്ലട്ടോ, അതെനിക്ക് പറ്റിയതല്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, ഇന്നി ബരീഉം മിൻകും, നിങ്ങൾക്ക് നിങ്ങളെ കാര്യം, എനിക്ക് എന്റെ കാര്യം, ഇന്നി ബരീഉം മിൻകും. ആ വിഷയത്തിൽ ഞങ്ങളോടൊപ്പല്ല. അവിടെ കയ്യൊന്ന് പൊന്തിക്കാൻ, അവിടെ നിന്നൊന്ന് തരാൻ, അവിടെ ഒന്ന് പങ്കാളിയാവാൻ എന്നെ കിട്ടില്ല. കാരണം എന്റെ ആശയത്തിന്റെയും എന്റെ ആദർശത്തിനും എതിരാണത്. അതല്ലാത്തതൊക്കെ ചോദിച്ചോ, അതല്ലാത്തതിനൊക്കെ നീ വിളിച്ചോ, അതല്ലാത്തതൊക്കെ പറഞ്ഞോ. എല്ലാവിധ സൗഹാർദ്ദങ്ങളോടും എല്ലാവിധ ബന്ധങ്ങളും സ്ഥാപിച്ചുകൊണ്ടും എന്നാൽ ഈ വിഷയത്തിൽ കോംപ്രമൈസിന് തയ്യാറാവാത്ത ഒന്നായിരുന്നു അവരെ നേർവഴിയിലേക്ക് വിളിച്ചുകൊണ്ട് തന്റെ മതത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ലയനവും ഇല്ലാത്തതിന്റെ പേരിലാണ് ഹിജ്റ പോകേണ്ടി വന്നതെന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് കൂട്ടരെ, മതപരമായൊരു വ്യത്യാസം ഇസ്ലാമിന് മറ്റുള്ളവരിൽ നിന്നുണ്ട് എന്ന് നമ്മൾ അറിയുക. മുഹറം 10 ജൂതന്മാരും നോമ്പെടുത്തിരുന്നു മദീനയിൽ. മുഹറം 10 എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാൻ പോകുന്ന നോമ്പ് ആരും എടുത്തിരുന്നു? ജൂതന്മാരും എടുത്തിരുന്നു. സഹാബികൾ വന്ന റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയേ, ജൂതന്മാരും എടുക്കണ്ടല്ലോ, എന്നാൽ നമുക്ക് മുഹറം 9 കൂടി എടുക്കാം. എന്തിനാണ്? ജൂതന്മാരുടെ മതമായിരുന്നു 10 അവരിൽ നിന്ന് വ്യത്യസ്തത വേണം, അതുകൊണ്ട് 9 എടുക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ചിലതിലല്ല കൂട്ടരെ, മതപരമായ വിഷയങ്ങളിൽ വ്യത്യസ്തതയുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? താടി നീട്ടാൻ പറഞ്ഞ ഹദീസിൽ, മീശ വെട്ടാൻ പറഞ്ഞ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ താടിയെ നീട്ടുക, മീശയെ വെട്ടുക. കാരണം ജൂതന്മാർ നിങ്ങൾക്ക് എതിരാകണം, ജൂത നസ്രാണികളിൽ നിന്ന് നിങ്ങൾ എതിരാവണം. അതുകൊണ്ട് ആ മീശൊന്നും വെട്ടിക്കളിയും താടിയൊന്നും നീട്ടിക്കളിയും എന്ന് അവരിൽ നിന്ന് എതിരാകാൻ കൂടി വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്. നോക്കി നിങ്ങൾ, ചില വസ്ത്രങ്ങളും ചില നിറങ്ങളും നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാന്ന് ആലോചിച്ചിട്ടുണ്ടോ?
പറ്റില്ല. കാരണം അത് ചിലരുമായി സാദൃശ്യപ്പെടലാണ്. അതുകൊണ്ട് അത് വേണ്ട എന്നാണ്. നോമ്പിന്റെ അത്താഴം കഴിക്കാൻ അള്ളാന്റെ റസൂൽ നമ്മളോടൊപ്പം പറഞ്ഞു, നിങ്ങൾ നോമ്പെടുക്കുമ്പോൾ അത്താഴം കഴിക്കണം കേട്ടോ, അതിൽ ബറക്കത്തുണ്ട്. കാരണം ജൂത നസ്രാണികൾ അത് കഴിക്കാറില്ല, അതുകൊണ്ട് നിങ്ങളത് കഴിക്കണം എന്ന്. വ്യതിരക്തമാവണം എന്ന് പഠിപ്പിച്ച, ഖബർ സമനിരപ്പാക്കണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചപ്പോൾ ജൂതന്മാരും ക്രൈസ്തവരും അവരുടെ പുണ്യാത്മാക്കളുടെ ഖബറുകൾ കെട്ടി ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സമനിരപ്പാക്കണം. വ്യത്യസ്തതയും വ്യതിരക്തതയും വേർപെട്ട് നിൽക്കലും വേണമെന്നാണ്. ഏത് വിഷയത്തിൽ? അയൽപ്പക്ക ബന്ധത്തിലല്ല, നാട്ടിലൊരു നന്മയുടെ കൂട്ടത്തിലല്ല, സംസാരിക്കാൻ പാടില്ല എന്നല്ല, എല്ലാ ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം ഈ വിഷയത്തിൽ വേറിട്ട് അവരെ കൂടി സന്മാർഗത്തിലേക്ക് ക്ഷണിക്കണം എന്നതായിരുന്നു ഹിജറയുടെ ഒന്നാമത്തെ സന്ദേശം. രണ്ട് കൂട്ടരെ നോക്കൂ നിങ്ങള്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കളിക്കൂട്ടുകാരൻ, അള്ളാന്റെ റസൂലിനോടുള്ള വല്ലാത്ത മഹബ്ബത്തുണ്ട്. തന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തു എന്നുള്ളതിലപ്പുറമുള്ള വല്ലാത്തൊരു കാരുണ്യവും അള്ളാന്റെ റസൂലിനോടുണ്ട്. അതേ സൗർ ഗുഹയിൽ അവർ രണ്ടുപേരും 3 ദിവസം സൗർ ഗുഹക്കകത്ത് 3 ദിവസം താമസിക്കുമ്പോൾ ഇനാം പ്രഖ്യാപിക്കപ്പെട്ട ഖുറൈശികളിൽപ്പെട്ട ആളുകൾ, അവരുടെ തലമുറക്ക് മാത്രമല്ല വരും തലമുറകളിലേക്കും കഴിഞ്ഞുകൂടാനുള്ള വമ്പൻ സ്വത്ത് ഇനാം പ്രഖ്യാപിക്കപ്പെട്ട് അത് സ്വപ്നം കണ്ട് അള്ളാന്റെ റസൂലിന്റെ തലയെടുത്ത് താലത്തിൽ വെച്ച് കൊണ്ടുപോയി കൊടുക്കാൻ അരയും അതുപോലെ തന്നെ അരയും തലയും മുറുക്കി ഇറങ്ങി വന്ന ആളുകൾ ഇങ്ങനെ പോകുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പേടിയായി. അതെ, അങ്ങാ ഗുഹയിൽ വെച്ച് 2 കൂട്ടുകാരിൽ ഒരു കൂട്ടുകാരൻ തന്റെ മറ്റേ കൂട്ടുകാരനോട് പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറെ, എന്തിനാടോ വിഷമിക്കുന്നത്? അല്ലാഹ് നമ്മളോടൊപ്പല്ലേ. തവക്കുൽ കൂട്ടരെ, തവക്കുൽ കേൾക്കാൻ എളുപ്പാ. നമ്മളിത് കുറെ കാലമായിട്ട് മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. പക്ഷേ തവക്കുലിന്റെ പവർ എവിടുന്ന വരുന്നറിയോ? തവക്കുലിന് വേണ്ട പവർ 2 കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഒന്നെന്താന്ന് വെച്ചാൽ അള്ളാഹുവിനെ ബോധ്യപ്പെട്ട മനസ്സെന്നേ തവക്കുൽ ഉയരുള്ളൂ. അല്ലാത്ത തവക്കുൽ, നമ്മളൊക്കെ തവക്കുൽ ഉണ്ടെന്ന് പറയും. ഒന്നാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ബോധ്യപ്പെട്ട ഒരു മനസ്സിന്റെ അകത്ത് നിന്നേ തവക്കുൽ വരുള്ളൂ. +1 കുറച്ച് ബുദ്ധിമാന്ദ്യമുള്ള, ശരീര വളർച്ച കൂടുതലുള്ള ഒരു പെൺകുട്ടിയെ ആകെയുള്ള അമ്മ കൊണ്ടുവന്ന് സ്കൂളിനകത്ത് ചേർത്തി തിരിച്ചു പോകുമ്പോൾ അവൾക്ക് ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. 2 ബസ് കയറി വീട്ടിലേക്ക് എത്തണം. അവളെ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും നിന്നാൽ വീട്ടിൻ്റെ അകത്ത് പട്ടിണിയാകുമെന്ന തിരിച്ചറിവുള്ള ആ അമ്മ സാറ കയ്യിൽ കൊടുത്തിട്ട് വൈകുന്നേരം ഒന്ന് ബസ് കയറ്റി വിടണട്ടോ എന്ന് പറഞ്ഞ് തന്റെ പടച്ച തമ്പുരാനിലേക്ക് ഏൽപ്പിച്ച് തന്റെ മുത്തിനെ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ ആ പടച്ച തമ്പുരാൻ അതിന് കഴിയുമെന്ന് വിശ്വാസമുള്ളവനല്ലേ കൂട്ടരെ ആ തവക്കുല് പവർ ഉണ്ടാവുള്ളൂ. അവിടെ നമുക്ക് പഴച്ചത് പല ആളുകൾക്കും, പല ആളുകൾക്കും പഴച്ചത് അവിടെയാ. എന്തിനാ കയ്യമ്മ കെട്ടിയത്, കഴുത്ത് കെട്ടിയത്, അരയിൽ കെട്ടിയത്, എന്തിനാ അതവിടെ വെച്ചത്, ഇത് കെട്ടിയത് എന്നൊക്കെ ചോദിക്കുമ്പോഴേ അതിനർത്ഥം എന്താണെന്നറിയോ? നിന്റെ അള്ളാഹ്ക്കൊന്നിനും പറ്റൂല അല്ലേ? നിന്റെ അള്ളാഹ്ക്ക് അതിനൊന്നും കഴിവില്ല എന്നല്ലേ പറയണത്. കഴിവുള്ള ഒരു റബ്ബ് എനിക്കുണ്ട്. എൻ്റെ റബ്ബ് എൻ്റെ തലക്കുമീതെ, ആകാശങ്ങൾക്ക് മീതെ എല്ലാറ്റിനും കഴിവുള്ള ഒരു റബ്ബുണ്ടെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തുന്നെന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതിന്റെ പേരാ കൂട്ടരെ തവക്കുൽ. അതുകൊണ്ട് മനസ്സിൽ പടച്ചോനെ കുറിച്ച് നല്ല ബോധ്യമുള്ളവന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിൻ്റെ ഉണ്ടാവുള്ളൂ. പൂർണ്ണമായ തവക്കുൽ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. രണ്ടാമത്തേതാ. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ തീക്ക് തണുപ്പുണ്ടായത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ചെങ്കടൽ 2ആയി നിന്നത്. ഒരു ബുദ്ധിക്ക് യോജിക്കാൻ പറ്റാത്ത വിഷയ കൂട്ടരേത്. പക്ഷെ അള്ളാഹ് പറഞ്ഞോണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ പിളർന്നത് എന്താണെന്നറിയോ? ചെങ്കടലാണ് പിളർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാനുള്ള കാരണം എന്താണെന്നറിയോ? മൂസാ നബിന്റെ തവക്കുലിന്റെ പവറാ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹ് ആകാശ ലോകത്തേക്ക് ഉയർത്തിയതിന്റെ പിന്നിൽ ആ പവർ ആ തവക്കുലിൻ്റെത്. അതാ നമുക്ക് വേണ്ടത്. തവക്കുൽ ചെയ്യുന്നുണ്ട്. എന്താ അള്ളതൊന്നും കാണില്ലേ? എത്ര കാലായി ചോദിക്കണ്. നാട്ടിൽ ഞാനും ഇപ്പൊ കുറച്ചൊക്കെ ദീനിയായി ജീവിക്കണ്, എന്നിട്ട് എനിക്കിപ്പോ എന്താ ഇങ്ങനെ? അതെന്താണെന്നറിയോ? ഇറങ്ങിയിട്ടില്ല. തവക്കുലും ബോധ്യപ്പെട്ടിട്ടില്ല, അള്ളാനെയും ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തവക്കുൽ ഹിജ്റ നൽകുന്ന പാഠമാണ്.
മൂന്നാമത്തേത് കൂട്ടരെ, ഹിജ്റയുടെ ഉള്ളിൽ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർക്ക് വല്ലാത്ത ചില പാഠങ്ങളുണ്ട്. അറിയുമോ? അതേ വലിയ ഇനാം പ്രഖ്യാപിച്ച അബൂജഹലിന്റെ അഭിപ്രായം തീരുമാനമായി എടുത്ത് റസൂലിനെ കൊല്ലാൻ വന്ന ആളുകൾ പ്രവാചകന്റെ കുടിലിന്റെ ചുറ്റുവട്ടങ്ങളിൽ ഒരുങ്ങി നിന്നപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വിരിപ്പിൽ കടന്ന അലി ഇബ്നു അബീ ത്വാലിബ് എന്ന കുട്ടിയുടെ വയസ്സ് ചരിത്രം പരതുമ്പോൾ 20-നോടടുത്തതായിരുന്നു എന്നാണ്. 20-നോടടുത്തതായിരുന്നു. കാരണം പ്രവാചകനാണോ മുഹമ്മദ് നബിയാണോ എന്ന് വിചാരിച്ച് കൊല ചെയ്യാൻ പോലും സാധ്യതയുള്ള ആ സാഹചര്യത്തിലേക്ക് വിരിപ്പ് മുകളിലൂടെ വെച്ച് പ്രവാചകൻ കടന്ന കിടപ്പറയിലേക്ക് കിടന്നു കൊടുക്കാൻ പവറും തന്റെ ഇടവും അതുപോലെ തന്നെ നട്ടെല്ലുമുള്ള ചെറുപ്പക്കാരായിരുന്നു. ഇസ്ലാം ചെറുപ്പക്കാരുടെ ചരിത്രമാ പറയുന്നത്. ഞാനും എന്റെ വീടും എന്റെ കെട്ടിയോളും എന്റെ കുട്ടിയോളും ഞാൻ എന്റെ ട്രെൻഡും എന്റെ ജീവിതവും ഞാൻ ജീവിക്കുന്ന ഒരു അടിപൊളിയുമല്ല. അതിനപ്പുറം ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തം, ഒരു മഹല്ലിന്റെ ഉത്തരവാദിത്തം, ദീനിന്റെ ഉത്തരവാദിത്തം, ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തം, ഇതൊക്കെ ചുമക്കേണ്ടവനാണ് ഞാൻ എന്നൊരു ചെറുപ്പക്കാരൻ തിരിച്ചറിയാൻ ഹിജ്റയുടെ പാഠങ്ങൾ ചില സമ്മാനങ്ങൾ നമ്മിലേക്ക് വെക്കുന്നുണ്ട് എന്നാണ്. ഒരുപാട് പാഠങ്ങളുണ്ട്. നാലാമത്തേത് കൂടി പറയട്ടെ. ഇന്നല്ലാഹ യൻസുറു മൻ നസറഹു വയഹ്ഫുളു മൻ ഹഫിളഹു. ആരല്ലാഹനെ സഹായിക്കുന്നുവോ അല്ലാഹു അവനെയും സഹായിക്കും. ആരല്ലാഹനെ സൂക്ഷിക്കുന്നുവോ അവൻ അല്ലാഹുവിനെ അല്ലാഹു തിരിച്ച് അവനെയും സംരക്ഷിക്കുമെന്നാണ്. അല്ലേ? തവക്കുൽ ചെയ്തിട്ട് ഇരുന്നപ്പോഴേ ഒന്നും സംഭവിച്ചില്ല. പോയില്ലാണ്ട് സ്മൂത്തായി രക്ഷപ്പെടുത്തി കൊടുത്തു അല്ലാഹ്. ചരിത്രം വായിക്കേണ്ടത് ഹിജ്റ ദീർഘമായി വായിക്കും പഠിക്കും ചെയ്യേണ്ടതാണ്. സുറാഖത്ത് ഇബ്നു നൗഫൽ വരുന്നുണ്ട്. പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ പോകുമ്പോൾ കൊല്ലാനാ വരുന്നത്. സുറാഖത്ത് തലയെടുക്കാൻ വന്നതാ. പക്ഷെ തലയെടുക്കാൻ നേരത്തിന്റെ അവന്റെ വാഹനത്തിന്റെ മുമ്പിലത്തെ 2 കാലുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നു പോകുന്നു. എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ടു പോന്ന പിന്നെയും പ്രവാചകനെ കൊല്ലാൻ വരും. വീണ്ടും അല്ലാഹ് കൊണ്ടുപോകും. അവിടുന്ന് അവൻ പിന്തിരിഞ്ഞു. അള്ളാഹ് സംരക്ഷിക്കാൻ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് കൂട്ടരെ, നമ്മളൊന്ന് എങ്ങനെ അടുത്ത അള്ളാഹ് എങ്ങനെ അടുക്കുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഫത്ഹു മക്ക എവിടെ ഉണ്ടായിന്ന് വെച്ചാൽ അതൊരു സഹായമാണ്. യുദ്ധമൊന്നുമില്ലാതെ സ്വന്തം പിറന്ന നാട്ടിലേക്ക് തിരിച്ചു വന്ന് തങ്ങളുടെ കാൽ കീഴിലേക്ക് അത് കൊണ്ടുവരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അറിയുക, ഇസ്ലാം വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും അള്ളാഹിനെ സഹായിക്കാനും അള്ളാഹിനെ സൂക്ഷിക്കാനും മുസ്ലിമീങ്ങളെ നമ്മളെങ്കിലും ലോകത്തിന്റെ മുമ്പിൽ വന്നു നിന്നാൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ചും കൊണ്ടിരിക്കുമ്പോൾ അന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമനാണെന്ന് പറഞ്ഞെണീറ്റ് നിന്ന് അത് മുസ്ലിമിന്റെ സ്ട്രക്ചറോടുകൂടി, മുസ്ലിമിന്റെ സ്വഭാവത്തോടുകൂടി, മുസ്ലിമിന്റെ വേഷഭൂഷാദികളോടുകൂടി, മുസ്ലിമിന്റെ സ്വഭാവ വൈപുല്യങ്ങളോടുകൂടി എണീറ്റ് നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ നടത്തിയ ഹിജ്റയിൽ നിന്നും നമുക്കുള്ള പാഠം എന്താണെന്നാൽ അതെ, നിങ്ങൾ അള്ളാഹിനെ സഹായിക്കുകയാണ്, അള്ളാഹ് നിങ്ങളെയും സഹായിക്കുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിജ്റയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസ്സല്ലി വനുസല്ലിമു അലാ ഖാതമൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് ജീവിതാന്ത്യം വരെ സൗഖ്യത്തോടും സുഖത്തോടും ദീനുമായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പടച്ചത് 12 മാസത്തെയാണ്. 4 ഹുർമത്തുണ്ട്. ആ 4 സലാസത്തുൻ മുതവാലിയാത്ത്, 3 അങ്ങനെ തുടർച്ചയായി വരുന്നതാണ്. 1 കുറച്ച് വേറിട്ട് നിൽക്കുന്നതുമാണ്. റസൂലുള്ളാഹി എണ്ണി 1 ദുൽഖഅദയാണ്, 2 ദുൽഹിജ്ജയാണ്, പിന്നെ മുഹറമാണ്. ഇത് 3 ഇങ്ങനെ തുടർച്ചയായി വരുന്നത്. പിന്നെ 4ാമത്തെ ഒന്നുള്ളത് അത് റജബാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയുണ്ടായി. പവിത്രമാക്കപ്പെട്ട മാസത്തിൻ്റെ അവസാനത്തിലാണ് നമ്മളുള്ളത് ദുൽഹിജ്ജ. ഇനി നമ്മൾ കടക്കാനുള്ളത് പവിത്രമാക്കപ്പെട്ട ഒരു മാസത്തിലേക്കും അതോടൊപ്പം തന്നെ പുതിയൊരു വർഷത്തിലേക്കുമാണ്, ഒരു ന്യൂ ഇയറിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്.
ഈ മാസത്തെ റസൂലുള്ള പരിചയപ്പെടുത്തിയത് ഷഹറുള്ള എന്ന അള്ളാന്റെ മാസം എന്നാണ്. 5 മക്കളെ ഒരാളെ കൂട്ടിപ്പിടിച്ചിട്ട് എൻ്റെ കുട്ടിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ബാക്കി 4 ആളും ആ വാപ്പാന്റെ കുട്ടി അല്ലാതെ ആകുന്നില്ല. പക്ഷേ ഇത് എൻ്റെ കുട്ടിയാണെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ഷഹറുള്ള അള്ളാന്റെ മാസമാണ്. അതുകൊണ്ട് എത്ര കണ്ട് നന്മയിലേക്ക് ഓടാൻ പറ്റുമോ അത്ര കണ്ട് നന്മയിലേക്ക് ഓടുകയും തിന്മയെ കുറക്കുകയും ചെയ്യേണ്ട മാസമാണ് എന്നാണ്. അഫ്ളലു സിയാമി ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാന്റെ മാസമായ മുഹറത്തിലാണുള്ളത്. വഅഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ, നിർബന്ധ നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമാക്കിയത് രാത്രി നിസ്കാരമാണ് എന്ന് പറഞ്ഞാൽ റമളാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ ശ്രേഷ്ഠമായത് ഈ പറഞ്ഞ ഇനി നമ്മൾ എടുക്കാൻ പോണ 9-ലെയും 10-ലെയും നോമ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് നോമ്പ് ഇപ്പം തന്നെ നമ്മളെല്ലാവരും നിയ്യത്താക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കുക. എന്നാൽ ഇങ്ങനെയൊക്കെ പ്രത്യേകത ഉണ്ടെങ്കിലും നമ്മളെ നാട്ടിലേക്ക് കുറച്ച് ആൾക്കാർക്കൊക്കെ മുഹറം വന്നാൽ ഒന്ന് പെരകുടി നടത്താൻ പറ്റില്ല, ഒരു കല്യാണം നടത്താൻ പറ്റില്ല, ഒരു കച്ചവടത്തിന് തുടക്കം കുറിക്കാൻ പറ്റില്ല. നമ്മൾ പല കലണ്ടറുകൾ നോക്കിയാൽ മതി. നമ്മളൊക്കെ വീട്ടിലുള്ള വ്യത്യസ്ത കലണ്ടറുകൾ ഉണ്ടാവുമല്ലോ. ചിലയിടത്തുനിന്നൊക്കെ ഇറങ്ങിയ കലണ്ടറൊക്കെ നോക്കിയാൽ മുഹറം 1 മുതൽ ഇങ്ങോട്ട് തുടങ്ങണ ദുശകുനം ഉണ്ടാവും. അള്ളാഹ് ഖുർആനിലും ഹദീസിലും റസൂലുള്ളാഹി ഹദീസിലും പറഞ്ഞത് ഇത് നല്ലതാണ്. 12 കൂട്ടത്തിലെ 4 നല്ലതുണ്ട്. ആ നല്ലെണ്ണത്തിൽ നിന്ന് 1 ഉമർ ഇബ്നുൽ ഖത്താബിനെ ഒന്നാക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത സാധനം അത്. ആ സാധനത്തെയാണ് നമ്മളെ പെരന്റെ ഇതിലിങ്ങനെ തൂങ്ങുന്ന ചില കലണ്ടറുകളിലൊക്കെ എപ്പോഴും ദുശകുനായി കാണുന്നത്. ഖുർആൻ പറഞ്ഞത് കുറച്ച് സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. കാരണം എന്താണെന്നറിയോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും സംഘത്തെയും ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ ദിവസങ്ങളും ഈ മാസത്തിലൊക്കെയാണ്. അതുകൊണ്ട് അള്ളാഹ് ഒന്നുകൂടി പറഞ്ഞ് നല്ല ദിവസമാണ്, നല്ല മാസമാണ് എന്നാണ്. പക്ഷെ നമ്മളെ നാട്ടുകാർ പലപ്പോഴും അതിന് നേരെ തിരിച്ച്, പ്രായമുള്ളവർക്കൊക്കെ അറിയാതെ അല്ലേ, നല്ലൊരു സംഗതി തുടങ്ങൂല. ഇവിടെ ചിലപ്പോൾ ചെറുപ്പക്കാർക്ക് അത് അറിഞ്ഞോളന്നില്ല, പക്ഷെ പ്രായമുള്ളവർക്കൊക്കെ അറിയാം. പക്ഷെ എവിടുന്ന വന്നത് കൂട്ടരെ? എവിടുന്നുമല്ല. ഈ ദിവസത്തിലാണ് നമ്മുടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടത് കർബലയിൽ അല്ലേ. പക്ഷെ അതിനെ ദുഃഖമാക്കി ആചരിച്ചത് ഷിയാക്കളാണ്. ഷിയാക്കൾ ആരാന്ന് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത് എവിടുന്നാ വന്നെന്ന് ആർക്കറിയാം? നമുക്കറിയാം. അപ്പൊ എന്തേ ഇപ്പൊ നമ്മളൊക്കെ വീട്ടിലും നമ്മളൊക്കെ പഴമയിലും അത് ഉണ്ടായത്? അപ്പൊ എന്തോ ഒരു ബന്ധം അവരുമായി ഉണ്ടായിരുന്നു എന്നുള്ളതല്ലേ. എന്നാ ഇനി ഉണ്ടാവാൻ പാടില്ല കൂട്ടരെ, ഇനി ഉണ്ടാവാൻ പാടില്ല. കാരണം നമുക്ക് അറിയാത്ത കാലത്ത് സംഭവിച്ചത് അള്ളാഹിനോട് പറഞ്ഞാൽ പുറത്തു തരും. അറിവിന്റെ കാലത്ത് സംഭവിച്ചതിന് നമുക്ക് പ്രതിസന്ധിയാവും. അതുകൊണ്ട് എവിടുന്ന അത് വന്നത് എന്ന് നമ്മൾ അറിഞ്ഞ സ്ഥിതിക്കും എന്തുകൊണ്ടാ അങ്ങനെയെന്നുള്ളതൊക്കെ സ്ഥിതിക്ക് അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തി കൊടുക്കാനുള്ള മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒരിക്കല് അള്ളാഹ് പറയുന്നുണ്ട്, എൻ്റെ അടിമകള് എന്നെ ചീത്ത പറയുന്നു എന്ന്. കാരണം ചില ദിവസങ്ങളെയും മാസങ്ങളെയും ദുശകുനമാക്കുമ്പോൾ അള്ളാഹിനെ ചീത്ത പറയുന്നതിനാണ്. കാരണം റസൂൽ പറഞ്ഞ ഹദീസ്, ലാ തസുബ്ബുദ്ദഹ്റ, നിങ്ങൾ കാലത്തെ ചീത്ത വിളിക്കരുത്. ഫഇന്നല്ലാഹ ഹുവദ്ദഹ്ർ, അല്ലാഹുവാണ് കാലം എന്നാണ്. അതുകൊണ്ട് കൂട്ടരെ, അള്ളാഹു ദുശകുനമാക്കാത്തൊരു സാധനത്തിന് ദുശകുനമാക്കി എന്താ അർത്ഥം എന്നറിയോ? അള്ളാഹു ദുശകുനമാണെന്ന് പറയുന്നതിന് തുല്യമില്ല. അതുകൊണ്ട് നമ്മൾ നല്ലോണം എന്ത് ചെയ്യുക, ആലോചിക്കുക. നടക്കാനുള്ളതൊക്കെ നടന്നോട്ടെ, അതൊക്കെ ഈ ഒരു വിശ്വാസത്തിന്റെ പേരിൽ മനസ്സെന്ന് ഇറക്കി വെക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ നല്ലോണം എന്ത് ചെയ്യുക, ആലോചിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. അതോടൊപ്പം നോമ്പ് മുഹറം 9-ലെയും 10-ലെയും നോമ്പ് വല്ലാത്ത പുണ്യമുള്ളതാണെന്ന് മനസ്സിലാക്കി ഭാര്യമാരും കുട്ടികളും ചെറിയ മക്കളും കുടുംബം ഒന്നാകെ, നിർബന്ധമൊന്നുമല്ല, പക്ഷെ ഓലൊക്കെ പഠിച്ചു വരട്ടെ, ഒന്നിച്ച് നോമ്പെടുക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിയായ ഒരു കുടുംബത്തെ നമ്മുടെ കുടുംബവുമായി ചേർത്ത് നിർത്തി നാളെ പരലോകത്ത് സ്വർഗം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ കുടുംബത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാൻ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുമുണ്ട്, നമ്മളൊക്കെ മനസ്സിലുണ്ടാവും. നമ്മുടെ മനസ്സിലുള്ള ആ നല്ല നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സഫലീകരിച്ച് തരുമാറാകട്ടെ. രോഗികൾ ഒരുപാടുണ്ട്. അപ്പോൾ കയറി വരുമ്പോഴും നമ്മുടെ കൂട്ടത്തിലെ കുടുംബത്തിലൊക്കെ പെട്ട ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു എല്ലാവർക്കും ശിഫാവും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യ ഹോസ്പിറ്റലിലാണ്, നമ്മൾ പല ആളുകളും അറിയുന്നുണ്ട്, കോഴിക്കോട് ഹോസ്പിറ്റലിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫായിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു ദീനീ പ്രവർത്തകൻ ഒരു നാട്ടിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ
ആ ദീനീ പ്രവർത്തകൻ്റെ പിന്നിൽ നല്ലോണം സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഭാര്യ ഉണ്ടാവും. അവരുടെ സമയവും അവരുടെ കുട്ടികൾക്ക് ചെലവഴിക്കേണ്ട സമയമൊക്കെ നിങ്ങൾ ദീനിന് ചെലവാക്കിക്കോളി, ഇവിടെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന ചില കുടുംബങ്ങളും ഭാര്യകളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഇതെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫായിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ. ഏറ്റവും നല്ല അനുകൂലമായ അവസ്ഥകൾ നീ പ്രദാനം ചെയ്യണമേ. അതോടൊപ്പം തന്നെ ആക്സിഡന്റ് സംഭവിച്ച വിവരങ്ങളും ഒക്കെ നമ്മളെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ മുഖം തെളിഞ്ഞു വരുന്നവർ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. اللهم صل على محمد. أقم الصلاة.